ഇങ്ങനെ ചോദിച്ച് വാങ്ങ ഒരു സമാധാനം ഇല്ല തോന്നുന്നു അടികൂടായിട്ട്. ഫോട്ടോ എപ്പ പറയണ്ട് പറയുമ്പോഴാണ് ഞാൻ ഗതപ്പാമ മാനാടെന്ന ഗതപ്പാമ ഇത് തീരോ അത് ഇറക്ക് കൊറേ നായതൂർ നായതെന്ന് പറഞ്ഞിട്ടെ നായതൂറി നായതെന്ന് നായതൂറി നായതെന്ന് പറഞ്ഞിട്ട് പറയാം നായതൂറി നായതെന്ന് നോടിക്കോ. എല്ലാരും പറഞ്ഞേ ഈ മലന്റെ മുകളിൽ ഇറങ്ങിയല്ലേ മണിക്കുന്നോ ഇറങ്ങിക്കോ ഇപ്പഴേ ഇറങ്ങിക്കോ. അതൊക്കെ പാലക്കാടാ നമ്മള് കോയമ്പത്തൂർ എത്തി. അങ്ങനെ പക്ഷെ വീട്ടിലും മലയാളം തന്നെയല്ല അത് സാരില്ല പറഞ്ഞോളി. പാലക്കാട് കോയമ്പത്തൂർ അതെ എന്താ രസമേ. ഇന്ന് ശരിക്കും നമ്മളൊരു പാട്ടൊന്നും പാടിയിട്ടില്ല. അപ്പൊ ശംസീർക്ക പാട്ടില്ല ഉറപ്പല്ലേ? ഇനി കണഗുണ പറഞ്ഞാല് നല്ല പാട്ട് കിട്ടും. അതെ ഇത്ര ദിവസം വെറുതെ പാടും. എന്റെ ഫോണില് നമ്മള് അടുത്തൊക്കെ പോന്ന് ആ മല മൗണ്ടൈൻ കയറി. റെഡി നമ്മളെ മത്സരം എന്താന്ന് വെച്ചാല് മിണ്ടാണ്ടിരിക്കാൻ ആകാശ പശുവിൽ മീറ്റർ അപ്പൊ നമ്മള് ആദ്യം മിണ്ടുന്നവർക്ക് എന്താ കൊടുക്കണ്ടേ ചലഞ്ച്? നിങ്ങൾ റെഡി വീഡിയോ ആയിക്കോട്ടെ. 1 2 3 സ്റ്റാർട്ട്. ഒന്നുകൂടെ കട്ടാക്കി പുതിയ വീഡിയോ പറഞ്ഞോ. റെഡി 1 2 3 സ്റ്റാർട്ട്. ആകാശത്തിലമ്പിളി പോലെ ആഴക്കടലിലെ മുത്തുകളാണ് ആണ്ടൽ കൂളത്തിരു താമരയോ റസൂലുള്ള കണ്ണിലെ മഞ്ചരിയോ ഹബീബുള്ള വായി അടപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരു ചലഞ്ച് ഇട്ടിരിക്കുകയാണ്. മിണ്ടരുത്, ഒരാളും മിണ്ടരുത്. ആദ്യമായി മിണ്ടുന്നവര് മരക്കെഴുതാം. ഓക്കെ, നമുക്ക് നോക്കാം എത്ര ആൾക്കാർ മിണ്ടാണ്ട് നിൽക്കുന്നു.
അല്ലു വിജയിച്ച് മരക്കാൻ ഇനി അടുത്ത് എന്താ പറയാ ഈ കുറുക്കുറു വച്ചിയും വേറൊരാൾ കേൾക്കുന്ന രീതി ചിരിക്കാൻ പറ്റില്ല. ആർക്കും എങ്ങനെ വേണമെങ്കിലും ആൾക്കാരെ ചിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം, പക്ഷെ ആരും പുറത്ത് വരരുത്. പുറത്തുവരാൻ പാടില്ല. പുറത്തേക്ക് ഓക്കെ 1 2 3 സ്റ്റാർട്ട്. അപ്പൊ നമുക്ക് എല്ലാവരുടെ മരവാഴ കുത്തുന്നു. 1 2 3 സ്റ്റാർട്ട്. എല്ലാം കളി പിരിച്ചുവിട്ട്. അപ്പൊ ഷിയാവാപ്പി അല്ലു നീണ്ടു പോവും വീട്. പ്രൈസ് പറഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മളുടെ മഹാരാഷ്ട്ര നമ്മള് കോയമ്പത്തൂർ എത്തി. നമ്മൾ ആദ്യമായിട്ടൊന്ന് കോയമ്പത്തൂർ കാണുന്നത് അല്ലേ? എന്നല്ലേ പറയുന്നതാ. എടങ്ങാറാക്കില്ല ഭായ്, ബുദ്ധിമുട്ടിക്കുള്ളൂ. ഇതൊന്നും നമ്മുടെ നാട് പോലെ തന്നെ അല്ലേ? മാർക്കറ്റിലെല്ലാം പോയി ചിലപ്പോ എന്തെങ്കിലും കാണാം. രസമുണ്ടല്ലേ ഓഫ് റോഡ് മല പോലും. അത് കൊള്ളാലല്ലോ. അതെയാ, ഫുൾ ഓഫ് റോഡാ. നമ്മളെങ്ങനെ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട്. ഇല്ലടാ, എത്തിയടാ. നിനക്കറിയോ? നീ ഇതിനു മുന്നേ വന്നിട്ടുണ്ടോ? ആദ്യം നല്ല എത്തണ്ട. അത് ആ മലക്കല്ല നമ്മള് കോയമ്പത്തൂര്. നിനക്കൊരു മണ്ണാങ്കട്ട അങ്ങ് ദൂരെ എത്തണം അല്ലേ? ഈ കോയമ്പത്തൂര് ഏത് ഭാഷ സംസാരിക്കാന്നറിയാം? നോക്കടാ, ഇവിടെ നോക്കടാ. ഇനിയിപ്പോ ഇടയ്ക്കിടെ കോയമ്പത്തൂരായിരിക്കും നമ്മളെ ട്രിപ്പ്. ഒരാടെ ഉള്ളത് പൊട്ട കണ്ട കോയമ്പത്തൂര് സിറ്റി. അത് മാർക്കറ്റിലേക്കല്ലേ മോനെ? ഇത് നമ്മള് കോയമ്പത്തൂർ എത്തി. മൂന്നെണ്ണം ഓർക്ക. ഷംസീർക്ക് ഉറങ്ങി. ആദ്യ ഫോണാണ് ഉണങ്ങി. ഷംസീർക്ക് വെയിലും കൊണ്ട് ഉണങ്ങി. ഷംസീർക്ക് ബീച്ച് കോയമ്പത്തൂർ ബീച്ചാട്ടെ ഇത്. പൊട്ടറ്റോ സ്റ്റാൾ ഉണ്ട്. എനിക്ക് കോയമ്പത്തൂർ വരെ വന്നിട്ട് കോലുമുട്ടായി വേണ്ട. കടയിൽ നിർത്തുമ്പോൾ നമുക്ക് എവിടെയും നിർത്തും വാങ്ങാം കേട്ടോ. ടീ കുടിക്കാൻ നിർത്തുമ്പോൾ വാങ്ങാം. എല്ലാം ഇപ്പോൾ തന്നെ വേണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാ? അതെല്ലാം നടാ നോക്കടാ. ബസ് സ്റ്റോപ്പ്. അടിപൊളി വെറൈറ്റി ആണല്ല. ബസ് സ്റ്റോപ്പ് ഒക്കെ നല്ല കിടക്കാച്ചി ബസ് സ്റ്റോപ്പ്. നല്ല രസമുണ്ടല്ലേ? കപ്പല് പോലെ ഉണ്ടല്ലേ? കപ്പല് പോലെ കളിക്കാനുണ്ട്. നോക്കാന്നല്ലോ രസം. നമ്മുടെ നാട് പോലെ തന്നെ അല്ലേ? എടേ നീ എങ്ങോട്ടേക്കായി നമ്മളെത്തിയാ? 5 മിനിറ്റ് 1.5 കിലോമീറ്റർ അത്രേ ഉള്ളല്ലേ? ബസ് കൊടുക്കുന്നു. കാളവണ്ടിയാടാ. കാളവണ്ടിയാന്നോ? അതിന്റെ ഇതെടുക്കാൻ പറ്റിയില്ല. അങ്ങനത്തെ സംഭവങ്ങളിലുണ്ട് ഇവിടെ. കാളവണ്ടി നല്ല രസമുണ്ടല്ലേ? കാളവണ്ടി നിങ്ങക്ക് കയറണ കാളവണ്ടിയില്? മൈസൂർ പോയ കുതിരവണ്ടി കയറാം. നിങ്ങത് കയറിയില്ലേ ഇതുവരെ? അങ്ങനെ നമ്മൾ മാർക്കറ്റിൽ എത്തിയിരിക്കുന്നു. മാർക്കറ്റല്ല, കാളവണ്ടി. ഉക്കടം കാളവണ്ടി ബാക്കിലുണ്ടായിരുന്നേ അല്ലേ?
കാളവണ്ടി കയറണ എനിക്ക് ഇഷ്ടം. ഞാൻ ഇതുവരെ കയറി ഇവിടുത്തെ ഓട്ടോറിക്ഷയുടെ എല്ലാം പോക്ക്. ഓക്കെ എല്ലാം ഉണ്ട് പ്ലോട്ട്. കൂടെ പോണ്ടേ കാണിച്ചേ കാണിക്ക്. അല്ല നീ അവരോട് പൈസ ചോദിക്കാ? നിനക്ക് 100 രൂപ അല്ലാണ്ട് കൊടുക്കണം. അല്ല നിനക്ക് എന്തിനാ പൈസ? എനിക്ക് എന്തെങ്കിലും വാങ്ങിയ അയാൾക്ക് 30 രൂപ കൊടുക്കണേ വഴി 100 രൂപ കൊടുക്ക, തിരിച്ചു കൊടുക്ക്. താങ്ക് യു അങ്കിളെ പറ. എന്റെ കൊടുക്ക്. താങ്ക് യു. കൊടുക്ക്, എനിക്ക് കൊടുക്ക്. എടുത്ത അണ്ണാ ഇത് പൈസ എടുക്ക്. ഓന് 100 രൂപ. ഉപ്പാപ്പിന്നല്ല അത്. അല്ല കുറച്ച് ഞാൻ പൈസ എടുത്തിട്ടുള്ളൂ. ആ എന്തിനാ നീ വാങ്ങിന അയാളുടെ പൈസ? പൈസ ആ അല്ല കാണാൻ വേണ്ടിട്ടാ? ഭയങ്കരനല്ല പൈസ ആണല്ലോ പുതി. ഞാൻ 100 രൂപ ചോദിച്ചേ. ഇങ്ങനെ നീ അണ്ണന്മാരെല്ലാം വന്ന് നിന്നെ തട്ടിക്കൊണ്ട് പോലെ ഇങ്ങനെയാണെങ്കില് അല്ലടാ ഇങ്ങനെയല്ലേ ഓരോരുത്തർ 100 രൂപ തരാന്ന് നീ പോവൂലേ? കണ്ണും കുത്തി പൊട്ടിച്ച് പോവും. 100 രൂപ കൊണ്ട് പോവും. വണ്ടി പോവുമോ? എന്നാ അടക്കണട. ഭയങ്കര സ്മെല്ലല്ലേ? ഭയങ്കര സ്മെല്ല്. ഇതിലെങ്ങനെ ചായ കുടിക്കാൻ തോന്നുന്നു? ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ചായ കുടിച്ചിട്ട് വന്നാ തീരും. നോക്കണം എന്ത് നോക്കണ ഈച്ചെല്ലാം പൊതിയ നോക്കണ വേസ്റ്റ്. ഭയങ്കര സ്മെല്ല്. എന്നാ മാറ്റാണ് വണ്ടി വണ്ടി വണ്ടി. കേക്ക് വേണോ? ഏതാ വേണ്ടേ? മോന് വാങ്ങിക്കോ, മോന് വാങ്ങിക്കോ. കേക്ക് വാങ്ങിട്ടാ വാടാ. ഹെൽപ്പ് ചെയ്യണാ? ഇങ്ങോട്ടോ ഇങ്ങോട്ടോ വാ. ഇതെങ്ങനെയാ? അത്ര നല്ല പെർഫെക്റ്റ്. നോർമൽ കേക്ക്. അടിപൊളി രസമുണ്ടല്ലേ? പക്ഷെ ഇവിടുത്തെ ഈച്ച ഇതെല്ലാം കാണുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ നമ്മളങ്ങനെ ചെന്നൈയിലല്ലേ എന്തായിരുന്നു? ഏത് നാടായിരുന്നു? കോയമ്പത്തൂർ. ഇതൊക്കെ ഫുള്ള് പോളി മാർക്കറ്റ്. ഇതാ പോളി മാർക്കറ്റ് എന്ന് വെച്ചാല് വണ്ടികളും സ്ക്രാപ്പ് പോലത്തെ വണ്ടികളെ പാർട്സ്. ഫുള്ള് ബസ്, ലോറി, കാറ്, പിന്നെ ഓട്ടോറിക്ഷ, ബൈക്ക്, സ്കൂട്ടി എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെല്ലാവരും വന്നോളി. എന്തായിരുന്നു ആക്സസ്? ടയർ ഇതാ വേണമെങ്കിൽ ഇവിടുന്ന് ഊരിയെടുക്കാം, ഇവിടുന്നൊക്കെ ഊരിയെടുക്കാം. ഇതാ ബസ്സിൽ നിന്ന് വരെ ഊരിയെടുക്കാം. നിങ്ങൾക്ക് ഫ്രീ ആണ്. എത്ര ആള് നടുക്കൊക്കെ കൊണ്ടുവച്ച് നോക്കാം. ആൾക്കാരില്ല, അതിനൊന്നും ഡ്രൈവർ പോലും ഇല്ല. മിന്നായും ഡ്രൈവർ പോലും ഇല്ല. നിങ്ങളത് ആലോചിക്കണം. നോക്കി ഇതിന്റെ ബാക്ക് നോക്കി. ഇതെന്താ മിലിറ്ററിക്കാരുടെ വണ്ടിയാ? ഇത് വെൽഡ് ചെയ്യുന്ന സാധനം തോന്നുന്നു. ഇതിന്റെ പാർട്സ് ഒക്കെ വീണിട്ടുണ്ട്. ഇതൊന്നും വെള്ളം നാട്ടുണ്ട് കേട്ടോ. കൊച്ചിയെത്തി. ഇത് മറ്റേ ഓസ്ട്രേലിയ, ചെന്നൈ, എന്തായിരുന്നു? കോയമ്പത്തൂര് പൂളി മാർക്കറ്റ്. ഇതാ ഈ ടയറെല്ലാം നോക്ക്, ഫുള്ളി മോഡിഫൈഡ് സാധനം. ഉമ്മ നോക്ക്, ഇതാ ഈ ടയറിൽ നോക്ക്, ഫുള്ളി മോഡിഫൈഡ് സാധനം.
ഇതാ അടുത്ത ടയർ, എല്ലാ ടയറും ഉണ്ട്. ആരാ വണ്ടിയാണ് വന്നവരെ പഞ്ച് എനക്കറിയാ, ഇതാ അടുത്ത ടയർ. അതിന്റെ ഒക്കെ ഇതാ സ്കൂട്ടിന്റെ എല്ലാ ആക്സസറീസും ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഇതാ കടയുടെ മേളകൾ. ഈ മത്തി ഫ്രൂട്ട്സ്, ഇതെന്താ പഴമ, പാനിപ്പൂരി വാങ്ങിച്ചാ ഇവിടുന്ന് ഒന്നും കഴിക്കണ്ട, വയറിളകും. അങ്ങനെ ബേൽപൂരിയാവും നമ്മള്. നോക്കിയാ വണ്ടി നോക്കിയാ വരും. നോക്കിയാ ആരിവൻ ആരിവൻ നക്ഷത്രക്കുട്ടപ്പനാ. ഒരു വീഡിയോയിലല്ലാണ്ട് പാട്ടെല്ലാം പാടണ്ട നമുക്ക്. ഇത് തിരക്കറിയാ, ഇത് നമ്മളെത്താനേ. ഇതെന്തായാലും നിങ്ങൾ വന്നിട്ട് ചൈനീസ് ഇവിടെ വന്നാലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ഫുള്ള് LED ഇങ്ങനെ തുള്ള, അറിയാത്ത നാടകണ്ട അടിച്ചു തുള്ള. ഇതെവിടെ മോട്ടർ ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം കിടപ്പുണ്ട്. ഇതാ ബൈക്കിന്റെ ഒരു കൂട്ടം തന്നെയുണ്ട്. നമ്പർ പ്ലേറ്റ് എടുത്തൊക്കെ ആൾക്കാരെല്ലാം വിചാരിക്കും ഇതൊക്കെ എന്ത് കടയാണ്. ഇത് വാങ്ങണം. നമ്പർ ലേബിള് അതെന്നെ സാധനം ഇപ്പ കഴിക്കാനല്ലേ?